السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن، وما زلنا نتدبر آيات من سورة آل عمران. وماذا قلنا أخيرا؟ هل تذكرون أين وقفنا؟ എവിടെ നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? എവിടെ 78-ാമത്തെ ആയത്ത്. ഇനി 60 പേജ് 59 കഴിഞ്ഞ്. പേജ് 59 കഴിഞ്ഞ് 60ആണ്. ഉം. എന്താ പറഞ്ഞത് അവസാനം? അള്ളാഹുവിനോടുള്ള കരാറും ശപഥവും പൂർത്തിയാക്കാത്തവർക്ക് പരലോകത്ത് ശിക്ഷയുണ്ട്. അവരോട് അവരെ അള്ളാഹു നോക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയുമില്ല. ഓക്കെ, ഇനി പറയുന്നത് വേറൊരു വിഭാഗത്തെ കുറിച്ചാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. ما كان لبشر أن يؤتيه الله الكتاب والحكمة والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. فمن تولى بعد ذلك فأولئك هم الفاسقون. أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. നമ്മൾ ആയത്ത് എടുത്തോതുക എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ 1-2 സ്ഥലങ്ങളിൽ ആയത്ത് എടുത്തോത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിർത്തൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വന്നാൽ എടുത്തോതും. എങ്ങനെയാണ് എടുത്തോതേണ്ടത്?
ചില ആൾക്കാർ പറയും 2-3 വാക്കുകളൊക്കെ എടുത്തു ഓതുക. 2-3 ആയത്തുകളല്ല, നമ്മളിപ്പോ ആശയം മനസ്സിലാകുന്ന രീതിയിൽ വായിക്കാൻ പഠിച്ചു. അപ്പോൾ എടുത്തോതുമ്പോൾ ആശയം പൂർണ്ണമാകുന്ന രീതിയിൽ വേണം എടുത്തോതാൻ. കാരണം കാലയുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാലയുള്ള വാക്ക് ചേർത്താണ് കാല കഴിഞ്ഞിട്ട് ബാക്കി ഓതാൻ പാടില്ല. അതേപോലെ ഒരു ഫിഴല്, ഒരു ക്രിയ മുമ്പ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിയ മുതൽ ഇങ്ങോട്ട് ഓതിയാൽ പലപ്പോഴും ആശയം പൂർത്തിയാകും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ആശയം പൂർത്തിയാകുന്ന രീതിയിലാണ് എടുത്തോതേണ്ടത്. അതേപോലെ അർത്ഥത്തിന് വ്യത്യാസം വരുന്ന രീതിയിൽ എടുത്തോതാൻ പാടില്ല. ശരി. അതൊന്നും നമ്മൾ ശരിക്കും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അന്ന് കുറച്ച് തജ്വീദിന്റെ കുറച്ച് നിയമം കുറച്ച് പഠിച്ചിട്ടുണ്ടാവേ. തജ്വീദൊക്കെ ഇങ്ങനെ വായന, തജ്വീദ്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. കുറെയൊക്കെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കോമൺ സെൻസ് ഉണ്ടല്ലോ, അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊരു അറിവ് വേണ്ടേ, എന്നാലല്ലേ. നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് നമുക്ക് വേറെ ഒരു ദിവസം നമുക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ സംസാരിക്കാം. എങ്ങനെയാണ് നമുക്ക് കോമൺ സെൻസ് ഉണ്ടാകുന്നത്? കോമൺ സെൻസ് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷ് പറയില്ലേ? എന്താ അർത്ഥം? പൊതുവിവരം. പൊതുവിവരത്തിന് എന്ത് പറയും ഇംഗ്ലീഷിൽ? കോമൺ സെൻസ്, ജനറൽ നോളജ്. അതാണ് പൊതുവിൽ മനസ്സിലാക്കിയിരിക്കുന്ന ചില സംഗതികൾ, പൊതുവിൽ മനസ്സിലാവുന്ന കുറെ സംഗതികൾ. അത് നമ്മൾ ദിനേന വളർത്തിയെടുക്കണം. ദിനേനെ വളർത്തിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ കുറെ വിവരങ്ങളുണ്ട്. ഡിഗ്രി പഠിച്ചാൽ, അതേപോലെ ഉയർന്ന ബിരുദങ്ങളൊക്കെ എടുത്താൽ നമുക്ക് കിട്ടൂല കോമൺ സെൻസ്. കാരണം ഇപ്പോഴുള്ള ബിരുദങ്ങളെല്ലാം കാണാപ്പാടങ്ങളാണ്. ഫീൽഡിൽ ഇറങ്ങി പഠിക്കാൻ അവർ പറയുന്നുണ്ടെങ്കിലും, പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, പ്രൊജക്റ്റൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. പ്രൊജക്റ്റ് കൊടുത്തിട്ട് ടെക്സ്റ്റും ഗൈഡും ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് കോപ്പി എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും പ്രൊജക്റ്റ് ശരിക്കാവുന്നു. നമ്മൾ ദിനേന ഇപ്പൊ കേരളത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് മലയാളം പത്രം എടുത്ത് നോക്കിയാൽ അയാൾക്ക് ദിനേന കോമൺ സെൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പത്രം എടുത്ത് നോക്കൂല. നമ്മൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന സംഗതി മാത്രമേ നോക്കൂ. അതൊക്കെ പൂട്ടി വെച്ചിട്ട് പത്രം എടുക്കുക. പത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇന്നത്തെ പ്രത്യേക വിഷയം എന്ത് നോക്കുക. ഇപ്പോഴുള്ള പ്രത്യേക വിഷയം എന്ത്, പ്രധാന വിഷയം എന്ത് എന്ന് നോക്കി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമുക്ക് കിട്ടും. അത് സംബന്ധമായി പല ചർച്ചകളും നടക്കും. അപ്പോൾ വിലയിരുത്തലുകളുടെ പേജ് ഉണ്ടാകും, എഡിറ്റോറിയൽ പേജ്. എഡിറ്റോറിയൽ പേജിൽ 2 സംഗതി ഉണ്ടാകും. ഒരു പത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന ഒരഭിപ്രായം ഉണ്ടാവും എഡിറ്റോറിയൽ പേജിൽ ഇടത്തേറ്റത്ത്. പിന്നെ വലത്തെ പേജിൽ ഒരു ലേഖനം, 1, 2, 3 ലേഖനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വായിച്ചു. എല്ലാ ദിവസവും വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും തിരക്കിലാണ്. പക്ഷേ ഒരു വിഷയം വന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട പല ആംഗിളിൽ നിന്ന്, പല കോണുകളിൽ നിന്ന് നമ്മൾ നോക്കാൻ പഠിക്കും. അതാണ് പൊതുവിവരം, കോമൺ സെൻസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ സ്വന്തമായി തന്നെ കിട്ടും. ഇപ്പൊ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിച്ച് വായിക്കാൻ പാടില്ല നമുക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ സെന്റൻസ് തന്നെ പറഞ്ഞു, മുറിച്ച് വായിക്കാൻ പാടില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടെ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പാടില്ലെന്ന് അറിയില്ലേ എന്ന് നിങ്ങൾ മനസ്സിലായോ? അപ്പൊ മുറിച്ച് വായിക്കാൻ പാടില്ല എന്നത് റിപ്പീറ്റ് ചെയ്യണം, അല്ലേ? അത് പഠിച്ചില്ലല്ലോ ശരിക്കും. പഠിക്കണം, പഠിച്ചാലല്ലേ അവർക്ക് അറിയുള്ളൂ. വായിക്കണം, വായിച്ചോണ്ടേ ഇരിക്കണം. വായിക്കാനും അതിനൊക്കെ സമയം നല്ലോണം ഉള്ളവർക്ക് നല്ല സുഖം. സമയം, ഖുർആന് വേണ്ടി സമയമില്ലെങ്കിൽ ബാക്കി സമയങ്ങളെല്ലാം പൂട്ടി വെക്കണം. എല്ലാ ഉപകരണ സംഗതികളെല്ലാം പൂട്ടി വെച്ചിട്ട് ഖുർആന് വേണ്ടി ഇരിക്കുക. അത് മാത്രമേ അക്കൗണ്ടിൽ ബാക്കിയുള്ളൂ, വേറൊന്നും അക്കൗണ്ടിൽ ബാക്കിയില്ല.
മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളടുത്തുള്ളതെല്ലാം നശിച്ചു പോകും, അള്ളാഹിന്റെ അടുത്തുള്ള മാത്രമേ ബാക്കിയാവുകയുള്ളൂ. നമ്മുടെ അക്കൗണ്ടിലൊക്കെ ഉള്ളത് ഇപ്പൊ നമ്മള് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ മക്കളെ സമ്മതിക്കുമോ? പേരക്കുട്ടികളെ സമ്മതിക്കുമോ? അവിടെ പോയി ATM പോയി പൈസ എടുത്തിട്ട് വരാൻ പറയും. അല്ല, ഗൂഗിൾ പേ ചെയ്താൽ പറയും. അതാണ് കുട്ടികൾ. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, ഗൂഗിളിൽ പൈസയില്ല, ATM പൈസയില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കും. അപ്പൊ അതാണ് പോലെ ലോകം. അതേസമയം അള്ളാഹിന്റെ പക്കലുള്ളത് ഒരിക്കലും നശിക്കില്ല. നമ്മുടെ അക്കൗണ്ടിലുള്ളത് ഓഹി വന്നാല് അക്കൗണ്ടിലുള്ള സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. അവിടെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ എത്രയോ ധനകാര്യ സ്ഥാപനങ്ങൾ തകർന്നു പോയി. അവിടെ എല്ലാം നിക്ഷേപിച്ചവരെല്ലാം എന്തായി? അവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടിനും കെട്ടിടത്തിനും ഒരു സംഭവം സംഭവിച്ചു. പക്ഷെ അവരുടെ അക്കൗണ്ടുകളെല്ലാം സീറോ ആയി. ആര് കൊടുക്കും? ആ സ്ഥാപനങ്ങൾ ബാക്കിയില്ല, ആരും കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഈ സമയം ഖുർആനുള്ളതാണ് എന്ന് വിചാരിച്ചാൽ അതേ പഠിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ഭൗതിക ശാസ്ത്രജ്ഞന്റെ ഒരു പുസ്തകം വായിച്ചു. നിങ്ങളെ പലപ്പോഴും വായിക്കാൻ പറഞ്ഞൊരു പുസ്തകമാണ് യു ക്യാൻ വിൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ടാർഗറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്യണം, സക്സസ് ആകണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. പലരും എന്നോട് ചോദ്യം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ സക്സസിനുള്ള, വിജയത്തിനുള്ള ഒരു പോയിന്റ് പറഞ്ഞു തരുമോ? ഒരെണ്ണം ചെയ്താൽ വിജയിക്കും, അതെന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാം, എങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് മറുപടി അറിയും? വിജയിക്കാനുള്ള ആകെയുള്ള ഒരേ ഒരു പണി ചെയ്താൽ വിജയിക്കും. അതെന്താണ്? റീഡ്. ഏതാണ്? വായിക്കുക. എത്ര പറ്റുന്ന വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? നിരന്തരം പരിശ്രമിക്കും. അദ്ദേഹം പറയുന്നത് സബർ എന്നാണ്. സബർ, സഹനം. അദ്ദേഹം സബർ എന്ന വാക്കല്ല പറഞ്ഞത്, പെർസിസ്റ്റൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉറച്ചു നിൽക്കുക. അപ്പൊ നമ്മളെ ലക്ഷ്യം നേടാൻ വേണ്ടി, നമ്മളെ വിജയം നമ്മളെ ഇങ്ങോട്ട് വരില്ല, നമ്മളെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നും അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ പുസ്തകം 300 രൂപ എടുത്താൽ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓൺലൈനിൽ PDF കിട്ടും. ChatGPT ചോദിച്ചാൽ അതിന്റെ സമ്മറി പറഞ്ഞു തരും, അത് കിട്ടും. അത് വായിച്ചു നോക്കുക. അത് ഒറിജിനൽ തന്നെ വായിച്ചു നോക്കണം, ഫുള്ളായിട്ട് വായിച്ചു നോക്കണം. എന്നാലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഗതികൾ മനസ്സിലാവും. എല്ലാം ഖുർആനും ഹദീസുമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ ഖുർആനാണ് ഹദീസാണെന്നും പറയില്ല. അയാൾ വെള്ളക്കാരനാണ്, ഇന്ത്യക്കാരനാണ്. അയാൾ ഏതോ യൂറോപ്യൻ നാടിൽ നിന്നാണ് എഴുതുന്നത്. ഭൗതികന്മാര് പറയുന്നത് ഇതാണ്. അതായത് നിങ്ങൾക്ക് ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ അതിൽ സബർ കാണിക്കണം, ഉറച്ചു നിൽക്കണം. പിന്നെ എന്ത് വേണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഉറച്ചു നിൽക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു വിജയവും നേടിയെടുക്കാൻ കഴിയില്ല. വിജയം നമ്മൾ ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഖുർആൻ മനസ്സിലാക്കുക എന്നാണെങ്കിൽ നമ്മൾ അതിനെ ഇറങ്ങി തിരിച്ച് അതിൽ കിടന്ന് നീന്തണം, എന്നാലേ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് ഖുർആൻ വരില്ല. ഓക്കെ. വഇന്ന മിൻഹും ലഫരീഖൻ യൽബൂന അൽസിനതഹും. വഇന്ന മിൻഹും അവരിൽ ഉണ്ട്, അഥവാ അഹ്ലി കിതാബുകാരിൽ ഉണ്ട്. പറഞ്ഞു വരുന്നത് അഹ്ലി കിതാബുകാരെ കുറിച്ചാണ് ശരിക്കും വിഷയം. പക്ഷേ ഞാൻ പറഞ്ഞു, അഹ്ലി കിതാബുകാരെ കുറിച്ച് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത് നമ്മിൽ അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിങ്ങളിലുണ്ടെങ്കിൽ ആ സംഗതി മുസ്ലിങ്ങൾക്കും ബാധകമാണ്. വഇന്ന മിൻഹും അവരിലുണ്ട് ല ഫരീഖൻ,
ലാ അറിയാമല്ലോ, ഇന്നയുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ലാ ഉണ്ട്. അതായത് ഇന്ന വരുന്ന സെനൻസിൽ അത് പിന്നെ ഒരു ലാ വരും. തീർച്ചയായും അവരിലുണ്ട്. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസർ എന്ന് പറഞ്ഞതുപോലെയാണ്. ല ഫരീഖൻ, ഒരു ഫരീഖുണ്ട്, ഒരു ടീം, ഒരു സംഘം, ഒരു വിഭാഗം. യൽവൂന അൽസിനത്തഹും, വളച്ചൊടിക്കുക. ലവാ എൽവി, ഹദാ യഹ്ദി എന്ന് പറഞ്ഞതുപോലെയാണ്. ലവാ എൽവി. അപ്പൊ എൽവി കഴിഞ്ഞാൽ യൽബൂന എന്നറിയാം. മാവ്. എൽവി യൽബൂന. അവരെന്ത് ചെയ്യുന്നു? വളയ്ക്കുന്നു, തിരിക്കുന്നു, ചരിക്കുന്നു. നാവിനെ അവരെന്ത് ചെയ്യും? യൽബൂന അൽസിനത്തഹും. അൽസിനത്ത് എന്ന് പറഞ്ഞാൽ നാവുകൾ. ലിസാന്റെ ബഹുജനമാണ് അൽസിനത്ത്. അൽസിനത്ത് ഖുർആനിൽ ഭാഷ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ എഴുതുന്നത്? ലിസാനിൻ അൽസിനത്തുൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ഹംദ് പറയുമ്പോൾ പറയും. അപ്പൊ എന്താ ലിസാന്റെ അർത്ഥം? മാവ്. ലിസാനിൻ അറബിയ്യിൻ മുബീൻ. നമ്മുടെ ഭാഷയാണല്ല, അറബി നാവല്ല. ഭാഷ. അപ്പോ മിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് വഖ്തിലാഫു അൽസിനത്തിക്കും വഅൽവാനിക്കും. അപ്പൊ വഖ്തിലാഫു അൽസിനത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം. ഇഖ്തിലാഫ് ഭിന്നത, ഭിന്നിച്ച്, വ്യത്യാസങ്ങൾ. വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ഭാഷയിലെ വ്യത്യാസങ്ങൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അവിടെ ഭാഷയാണ്. ഇവിടെ എന്താണ്? യൽബൂന അൽസിനത്തഹും, അവരുടെ നാവുകളെ അവർ തിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിക്കുന്നു. ബിൽ കിതാബി, കിതാബിൽ അല്ലെ കിതാബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ലമ്മ യഖറഉൽ കിതാബ, അവർ കിതാബ് വായിക്കുമ്പോൾ. അവർ കിതാബ് വായിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിക്കും. ചരിക്കും എന്താവും? ചരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മള് ച എന്ന് പറയുന്നത് ചേ എന്ന് പറയുന്നതല്ല, പാ എന്നത് പേ എന്ന് പറയുന്നതല്ല. നാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിക്കുമ്പോൾ ചിലപ്പോൾ എന്താവും? അർത്ഥം വിപരീതാർത്ഥവും അല്ലെങ്കിൽ മാറ്റി നിറച്ച അർത്ഥമൊക്കെ വരും. അവിടെ കിതാബ് വായിക്കുമ്പോൾ ശരിയായ വായിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോ മറിച്ചോ ഒക്കെ വായിക്കുന്നു. അപ്പൊ 10 കെസർ ഓർത്തൊന്നും അല്ല ഇവിടെ അർത്ഥം. അവരെന്ത് ചെയ്യാണ്? കിതാബ് വായിക്കുമ്പോൾ തെറ്റിച്ച് വായിക്കും, തെറ്റായ രീതിയിൽ വായിക്കും. ഒരുപക്ഷെ അക്ഷരം കറക്റ്റ് ആയിരിക്കും, ആശയം തെറ്റായിരിക്കും. അവർ വിശദീകരിച്ചു കൊടുക്കുന്ന ആശയം തെറ്റായിരിക്കും. അത് നമ്മളിലുണ്ട്. ആൾക്കാർ വായിച്ചിട്ട് എന്ത് ചെയ്യും? തെറ്റിച്ച് പറഞ്ഞു കൊടുക്കും. അൽ ഫാത്തിഹ, അൽ കഹഫ്, അങ്ങനെ കുറെ സൂറത്തുകളുടെ പരിഭാഷ ഇറക്കിയത് എന്റെ കയ്യിലിപ്പുണ്ട്. തെറ്റായി പരിഭാഷയുള്ളത്. അതേപോലെ ചിലത് പറയും ഇയ്യാക്ക് നഅ്ബുദു ഇയ്യാക്ക് നസ്തഈൻ എന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്താ? നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. ശരിയാണോ? അല്ല. അല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഭാഷാപരമായിട്ട് പറയാമോ എന്തുകൊണ്ട് ശരിയല്ലെന്ന്? ഇയ്യാക്ക് മുമ്പേ പറഞ്ഞു. ഇയ്യാക്ക് മുമ്പേ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് പറയണം. അപ്പോ നമ്മിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. യൽവൂന അൽസിനത്തഹും ബിൽ കിതാബി, അവര് നാവിലെ ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് വളച്ചൊടിക്കും അവര്. ലി തഹ്സബൂഹു മിനൽ കിതാബി, അത് ലി തഹ്സബൂഹു, നിങ്ങൾ അതിനെക്കുറിച്ച്, തഹ്സബൂനയാണ്. പക്ഷെ അവിടെ ലീ വന്നിട്ടുണ്ട്. ലീക്ക് ശേഷം അപൂർണ ക്രിയയാണെങ്കിൽ അവിടെ എന്താവും? ഊനയുടെ നാ പോകും, ഊനയുടെ നാ പോകും. അല്ലെങ്കിൽ നെസ്ബ് കൊടുക്കും അവിടെ കേട്ടോ. അപൂർണക്രിയയാണെങ്കിൽ നെസ്ബ് കൊടുക്കും. അപൂർണക്രിയ വരുള്ളൂ. അപൂർണക്രിയ ആയിരിക്കും മിക്കവാറും വരിക ലീക്ക് ചെയ്യണം. ലീക്ക് ചെയ്യണം നാമല്ല, അപൂർണക്രിയ വന്നു. അപൂർണക്രിയക്ക് വന്നാൽ എന്ത് ചെയ്യണം? നെസ്ബ് ചെയ്യണം. അപ്പോൾ ഊനയുടെ നാ പോകും. ലി തഹ്സബൂഹു, കാരണം പറയാനുള്ള ലീ കേട്ടോ. എന്തിനു വേണ്ടി? ലി തഹ്സബൂഹു, നിങ്ങൾ വിചാരിക്കുന്നതിന് വേണ്ടി, അതിനെ കുറിച്ച്.
ആ കിതാബിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വചനങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നതിന് വേണ്ടി, മിനൽ കിതാബി, അത് കിതാബിൽപ്പെട്ടതാണ് എന്ന്. വമാഹുവ മിനൽ കിതാബി, അവിടെ വാ എന്താണ്? വാവ് ഹാലാണ്. വാവുൽ ഹാൽ. അപ്പൊ വമാഹുവ ബിൽ കിതാബി, യഥാർത്ഥത്തിൽ അത് കിതാബിൽപ്പെട്ടതല്ല. അപ്പോ അത് കിതാബിൽപ്പെട്ടതല്ലാതിരിക്കെ അത് കിതാബിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കരുതുന്നതിന് വേണ്ടി നാവ് വളച്ചൊടിക്കുന്ന ഒരു വിഭാഗം അവരിൽ ഉണ്ട്. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹി, എന്നിട്ട് അവർ പറയും അത് അള്ളാഹിൽ നിന്നുള്ളതാണ്, അള്ളാഹിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്നവർ പറയും. വമാ ഹുവ മിൻ ഇൻദില്ലാഹി, അത് അള്ളാഹിന്റെ പക്കൽ നിന്നുള്ളതല്ലാതിരിക്കുന്ന അവസ്ഥയിൽ, യഥാർത്ഥത്തിൽ അത് അള്ളാഹിന്റെ പക്കൽ നിന്നുള്ളതല്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ അത് അള്ളാഹിന്റെ പക്കലുള്ളതാണ് എന്ന് അവർ പറയും. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. വയഖൂലൂന, അവർ പറയുന്നു അലല്ലാഹി, അള്ളാഹിന്റെ മേൽ, അൽ കദിബ, കള്ളം, അവർ അള്ളാഹിന്റെ മേൽ കള്ളം പറയുന്നു. വഹും യഅലമൂൻ, എന്താർത്ഥം? അറിയുന്നു. ആയിരിക്കെ അവരറിഞ്ഞുകൊണ്ട് കള്ളം പറയുന്നു. അവരറിഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്നു. അള്ളാഹിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മേൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നു. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ഇറക്കിയ കിതാബിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, അതിന്റെ ആശയം ഇതാണ് എന്നൊക്കെ അവർ പറയും. അപ്പൊ അത് അഹ്ലു കിതാബുകാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മിലുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റായി നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ്, അങ്ങനെ പറയുന്നവരെ വളരെയധികം മോശമായി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. മാ കാന ലി ബശരിൻ, മാ കാന എന്ന് പറഞ്ഞാൽ എന്താ? മാ കാന എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ല, ഭൂഷണമല്ല, നോട്ട് സ്യൂട്ടബിൾ എന്നാണ് മാക്കാന എന്ന് പറഞ്ഞാൽ അർത്ഥം. മാക്കാൻ ലി ബശരിൻ, ഒരു മനുഷ്യനും അനുയോജ്യമല്ല, ഭൂഷണമല്ല. ബഷർ, ബഷർ മനുഷ്യൻ. അൻ യുഅ്തിയഹു അല്ലാഹുൽ കിതാബ വൽ ഹിക്മത വൽ ഹുക്മ വൻ നുബുവത. അൻ യുഅ്തിയഹു അല്ലാഹു, അല്ലാഹ് അവന് കൊടുക്കുക എന്നത്, എന്ത് കൊടുക്കുക എന്നത്? അൽ കിതാബ, കിതാബ്, വൽ ഹുക്മ, കൽപ്പനാധികാരം, ഹുക്മിന് ഹിക്മത്ത് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം വേറെ സ്ഥലത്ത് നബിമാർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ കിതാബും ഹിക്മത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിതാബും ഹിക്മത്തും എന്നും ഹുക്മിന് അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. ഇവിടെ ഭാഷാർത്ഥം നോക്കിയാൽ ഹുക്മ്, കൽപ്പനാധികാരം, ആ കൽപ്പനാധികാരവും അല്ലെങ്കിൽ ആജ്ഞാധികാരവും ആ നബിക്ക്, ഒരു മനുഷ്യന് അള്ളാഹ് കൊടുക്കുകയും, വന്നുബുവത്ത, നബിത്വവും, നബിയായിരിക്കുക എന്ന അവസ്ഥയും ഒരു മനുഷ്യന് കൊടുക്കുകയും, സുമ്മ യഖൂല, എന്നിട്ട് ആ മനുഷ്യൻ ലിന്നാസി, ബഹുജനങ്ങളോട് പറയുകയും ചെയ്യുക എന്നത്. ബഹുജനങ്ങളോട് എന്ത് പറയുക എന്നത്? കുനു ഇബാദല്ലി, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യൂ, എന്നെ ആരാധിക്കൂ, നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന്. മിൻ ദൂനില്ലാഹി, ദൂന എന്താണ്? കൂടാതെ, ദൂനെ കൂടാതെ, ഒഴികെ. മിൻ ദൂനില്ലാഹി, അള്ളയെ അല്ലാതെ, അള്ളയെ കൂടാതെ നിങ്ങൾ എന്നെ ആരാധിച്ചോളി, നിങ്ങൾ അള്ളയെ അല്ല ആരാധിക്കേണ്ടത്, എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് ജനങ്ങളോട് പറയുക എന്നത് ഒരു മനുഷ്യനും യോജിച്ചതല്ല. ഏതവസ്ഥയിൽ? ആ മനുഷ്യന് അള്ളാഹ് കിതാബും കൽപ്പനാധികാരവും നുബൂവത്തും ഒക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറയാണ്, നിങ്ങൾ അള്ളയല്ല ആരാധിക്കേണ്ടത്, നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങളല്ല അള്ളയല്ല ആരാധിക്കേണ്ടത് എന്ന് അവർ ഭാഷാർത്ഥത്തിൽ പറയൂല. മറിച്ച് എന്താണ്? നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന ഭാവത്തിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കും. നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് നേർച്ചയാലും പറഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ ഭാവഹാവാദികൾ കണ്ടാൽ വിചാരിക്കും ഇയാളെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അയാളെ നമ്മൾ സേവിക്കണം, അയാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റിക്കണം, അയാൾ വരുമ്പോൾ നമ്മൾ
എന്താ ഭവ്യത കാണിക്കണം, അയാൾ വരുമ്പോൾ നമ്മളെ മറ്റെല്ലാ സംഗതികൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു ചില വ്യക്തികൾ. ആ ഒരർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുടെ മധ്യത്തിൽ അനുയായികളോടൊപ്പം ഇരുന്നാൽ നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ഒന്ന് ചോദിക്കുകയാണ് പലരും, പല രാഷ്ട്രങ്ങളുടെയും വിദേശികളൊക്കെ വന്ന് ചോദിക്കുന്നത് നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവര് വട്ടം വളഞ്ഞ് വൃത്തത്തിലായിരിക്കുക. വൃത്തത്തിലിരിക്കുമ്പോൾ ആരാണ് നബി എന്നവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ ആ മറ്റ് അനുയായികളെക്കാൾ അദ്ദേഹത്തിന് ദാടിയുടെ നീളം കൂടുതലോ തലപ്പാവിന് നീളം കൂടുതലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക എന്താ പറയാ ജാക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള വസ്ത്രമോ ഒന്നുമില്ല. അവരെല്ലാം വരുന്നത് പോലെയാണ് നബിയും വരുന്നത്. ഭാവഹാവാദികളൊന്നുമില്ല. അപ്പോ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? അവര് അറിഞ്ഞോ പറഞ്ഞിട്ടോ പറയാതെയോ കൂനു ഇബാദല്ലി എന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അത് ആർക്കും ഭൂഷണമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു നബിയും പറയുകയില്ല. അതായത് മാക്കാൻ ലി ബഷർ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? യുഅ്തിഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത. അള്ളാഹ് കിതാബും കൽപ്പനാധികാരവും നുബുവത്തും ഒക്കെ കൊടുത്ത ഒരു മനുഷ്യനും അനുയോജ്യമല്ല, അങ്ങനെ പറയൂല, പറയാൻ സാധ്യതയില്ല എന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന രീതിയിൽ ജനങ്ങളോട് അവർ സമീപിക്കാറില്ല. വലാകിൻ പക്ഷേ അവരെന്താ പറഞ്ഞിരുന്നത്? കൂനു റബ്ബാനിയീന, നിങ്ങൾ എന്താകണം? റബ്ബാനിയാകണം, ദൈവഭക്തരാകണം. റബ്ബാനി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് പണ്ഡിതന്മാര് അത് റബ്ബാനി എന്ന് പരിഭാഷകളിൽ ദൈവഭക്തന്മാരെന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇവിടെ തഫ്സീറിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് ആയത്ത് നമ്പർ 79 അല്ലെ. റബ്ബാനിയീന എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഉലമാഉൻ ആലിമീന മുറബ്ബൂന ലിന്നാസി അലാ ഇൽമിൻ. അവരെന്താകണം? ഉലമാ ആലിമൂൻ, വിവരമുള്ള പണ്ഡിതന്മാര്, എൽമുള്ള പണ്ഡിതന്മാര്. അപ്പൊ മുറബ്ബൂന അവരെന്താ? പരിശീലകരാണ്. മുറബ്ബികളെന്ന് പറയുമല്ലോ, അവര് പരിശീലകന്മാരാണ്, ട്രെയിനറാണ്, ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ. ആർക്ക്? മുറബ്ബൂന ലിന്നാസി, ജനങ്ങളുടെ ട്രെയിനർമാരാണ്. എങ്ങനെയുള്ള ട്രെയിനർമാര്? അല ഇൽമിൻ, വിവരമുള്ള ട്രെയിനർമാർ. ട്രെയിനിങ് കൊടുക്കുന്നത് വെറുതെ ഒരു അറിവുമില്ലാതെയല്ല, അറിവിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് റബ്ബാനിയീൻ. ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ, നിങ്ങൾ കിതാബ് പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. കുന്തും തുഅല്ലിമൂന, അല്ലമ യുഅല്ലിമു പഠിപ്പിക്കുന്നു, അൽ കിതാബ് പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. വബിമാ കുന്തും തദ്റുസൂൻ, ദറസ യദ്റുസു എന്ന് പറഞ്ഞാലും പഠിച്ചു. മറ്റേത് അല്ലമ യുഅല്ലിമു പഠിപ്പിച്ചു, ദറസ യദ്റുസു പഠിച്ചു. നിങ്ങൾ പഠിപ്പിക്കുന്നതും പഠിച്ചതും പഠിപ്പിക്കുന്നതും അനുസരിച്ച് നിങ്ങൾ എന്താവുക? റബ്ബാനിയീനാവുക, ദൈവഭക്തരാവുക, മുറബ്ബികളാവുക. അറിവിന്റെ അടിസ്ഥാനത്തിൽ പരിശീലനം നൽകുന്നവരാവുക, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവുള്ള പണ്ഡിതന്മാരാവുക. ഇതെല്ലാം ഇതിനർത്ഥമാണ്. റബ്ബാനിയീന് ദൈവഭക്തരെന്നും അർത്ഥം. വലാ യഅ്മുറക്കും, വലാ യഅ്മുറക്കും എന്ന് പറഞ്ഞാൽ മാക്കാൻ ബശറൻ യുഅ്തിഹുല്ലാഹുൽ ഹിക്മത വൽ നുബുവ്വത സുമ്മ യഖൂല എന്ന് പറഞ്ഞില്ലേ, സുമ്മ യഖൂല ലിന്നാസി എന്ന് പറഞ്ഞതാണ് വലാ യഅ്മുറ. ജനങ്ങളോട് അങ്ങനെ പറയാൻ ഇടയില്ല, അത് പറയാൻ ഭൂഷണമല്ല. വലാ യഅ്മുറക്കും, നിങ്ങളോട് പറയുന്നതും ഭൂഷണമല്ല. അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന, നിങ്ങൾ മലക്കുകളെയും നബിമാരെയും അർബാബൻ
റബ്ബുകളാക്കുക എന്ന്. അർബാബൻ ബിന്ദുവിനില്ല മലായിക്കത്ത് നബിയ്യീന അർബാബ, അവരെയൊക്കെ നിങ്ങൾ റബ്ബുകളാക്കുക എന്ന് പറയാനും സാധ്യതയില്ല. അങ്ങനെ പറയൽ ഒരു നബിക്കും അനുയോജ്യമല്ല. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാരോ പുരോഹിതന്മാരോ പറയുകയാണ്, അവർക്ക് തോന്നലുണ്ട് നിങ്ങളെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മടക്കി പൂട്ടി വെക്കണമെന്നാ പറഞ്ഞത്. അതൊന്നും ശരിയല്ല. അങ്ങനെ നബിമാര് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. നബിമാർ ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഞങ്ങളെ ആരാധിക്കണം, ഞങ്ങളുടെ ശവകുടീരങ്ങളെ ആരാധിക്കണം. ചില ആൾക്കാർ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് നേരെ എന്നിട്ട് ദുആ ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്നാൽ എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇത്രേ ഉള്ളൂ. അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഖബറുണ്ട്, യാ അബാബക്കർ, അസ്സലാമു അലൈക യാ അബാബക്കർ. ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്, അസ്സലാമു അലൈക യാ ഉമർ. ഇത്രേ ഉള്ളൂ. നബിയോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി. നബിയോട് പ്രാർത്ഥിക്കാൻ നബി പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോ മഅബൂദാക്കാൻ പാടില്ല, ഇലാഹാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മലായികത്ത വന്നബിയീന അർബാബൻ, റബ്ബുകളാക്കുക, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും തെറ്റാണ് എന്നാ പറഞ്ഞിട്ട്. ആ നബി നിങ്ങളോട് കുഫർ കൽപ്പിക്കുകയോ? അയ്യമുറക്കും, അദ്ദേഹം കൽപ്പിക്കുമോ? നിങ്ങളോട് കൽപ്പിക്കുമോ? അയ്യമുറുക്കും, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമോ? ബിൽ കുഫ്രി, സത്യനിഷേധത്തെ. അപ്പൊ ഈ പറഞ്ഞ എന്താണ്? നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നബിമാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. അങ്ങനെ ചെയ്യാൻ നബിമാര് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഗതി ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് തികച്ചും തെറ്റാണെന്നാണ്. അത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരു നബിയും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. നബിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെ പറയൽ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ അത് കുഫറാണ്. അയ്യമുറക്കും ബിൽ കുഫ്രി ബഅദ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായതിനു ശേഷം അദ്ദേഹം കുഫർ പറയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? സൗണ്ടില് സൗണ്ടില്ല ഉസ്താദ്. സൗണ്ട് ഇല്ലാതായി പോയല്ലോ.
സൗണ്ട് ഇല്ലല്ലോ. അതന്നെ സൗണ്ട് ഇല്ല, തീരെ കേക്കില്ല, ഒന്നുമില്ല.